നമുക്കിനി രണ്ട് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഞാനിവിടെ പുതിയൊരു വെബ് ഫോം ക്രിയേറ്റ് ചെയ്യാണ്. അഡീഷൻ എന്ന് പറഞ്ഞ് ഞാൻ അതിന് പേര് കൊടുത്തു. ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഇവിടെ നമ്മുടെ വെബ് ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ഞാൻ അഡീഷൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുന്നത്. അഡീഷൻ്റെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ലേബൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടെക്സ്റ്റ് ബോക്സ്. പിന്നെ ഒരു ബട്ടനും ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ലേബലിൻ്റെ ടെക്സ്റ്റ് മാറ്റി കൊടുക്കണം. ലേബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പം ഫസ്റ്റ് നമ്പർ എന്ന് കൊടുത്തു. ഫസ്റ്റ് നമ്പർ. രണ്ടാമത്തെ ലേബലിനകത്ത് സെക്കൻഡ് നമ്പർ. ഇതിൻ്റെ അകത്ത് ഞാൻ റിസൾട്ട് എന്നും കൊടുത്തു. വ്യൂ റിസൾട്ട് എന്നോ സബ്മിറ്റ് എന്നോ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇവിടെ റിസൾട്ട് എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഔട്ട്പുട്ട് ഒന്നും കൊടുക്കാം. ഇനി നമുക്ക് ബട്ടൻ്റെ കോഡ് എഴുതണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബട്ടനെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം ആ ഇവൻറ്റ് ക്രിയേറ്റ് ആവും. അതിൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ടൺ ക്ലിക്കിനകത്ത് ഏതിനകത്താണ് നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബോക്സ് 3. ടെക്സ്റ്റ് ബോക്സ് 3-ക്കകത്താണ് നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ആവേണ്ടത്. ടെക്സ്റ്റ് ബോക്സ് 1-ലുള്ള ടെക്സ്റ്റ് ബോക്സ് 1-നകത്ത് കൊടുക്കുന്ന നമ്പറും ടെക്സ്റ്റ് ബോക്സ് 2-നകത്ത് കൊടുക്കുന്ന നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് ടെക്സ്റ്റ് ബോക്സ് 3-ക്കകത്ത് ഡിസ്പ്ലേ ആവേണ്ടത്. നമ്മൾ ബട്ടൺ ക്ലിക്കിനകത്ത് എഴുതേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബോക്സ് 3.text ഈക്വൽ ടു, നമ്മളെപ്പോഴും ടെക്സ്റ്റ് ബോക്സിനകത്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻറ്റിജറിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് convert.toInt32 ഓഫ് ടെക്സ്റ്റ് ബോക്സ് 1.text പ്ലസ് convert.toInt32 ഓഫ് ടെക്സ്റ്റ് ബോക്സ് 2.text. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1-ലുള്ളതിനെ കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് 1-ൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറിലോട്ട് മാറ്റി, ടെക്സ്റ്റ് ബോക്സ് 2-ൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറിലോട്ട് മാറ്റി, അതിനുശേഷം അതിനെ തമ്മിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവേണ്ടത്? ഇപ്പം ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ട് നമ്പറായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇനി സ്ട്രിങ്ങിലോട്ട് മാറ്റുകയാണ്. ടു സ്ട്രിങ് ഓഫ്. എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് 3-ക്കകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം.
വ്യൂ റിസൾട്ട് എന്ന് പറയുന്ന നമ്പർ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പം 7ഉം 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് 10 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളിപ്പം മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ അഡീഷനും ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും. ഇതേപോലെ തന്നെ നമുക്ക് ഡിവിഷനും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും.